ചൂണ്ടയിടാൻ പോവാണ്. ഇതിലിറങ്ങി നോക്കല്ലേ? റബ്ബർ ബാൻഡ് അല്ലേ? റബ്ബർ ബാൻഡ് ഇങ്ങനെ ചെയ്യാല്ലേ സിമ്പിളായിട്ട്. PT7 ഒക്കെ ഇവിടെ അല്ലേ ഇങ്ങനെ അങ്ങനെ വന്നതില്ലേ? അവർ നല്ല ആവേശത്തിലാണ് മമ്മ. എന്താ ചാനലിന്റെ പേര് പറഞ്ഞു? നമ്മുടെ ചാനൽ വില്ലേജ് സഫാരി. സഫാരി വില്ലേജ് അല്ല കേട്ടാ. പാട്ടെന്തെങ്കിലും പോയോ? നാടൻ പാട്ട് എന്തെങ്കിലും നിങ്ങള്? അപ്പൊ നിങ്ങൾ രംഗണ്ണൻ ഫാനാണ് അല്ലേ? മീന് കിട്ടുണ്ടോ? ഒരെണ്ണം കിട്ടിയാ? വലുതുണ്ടോ? ഞാനും കൂടത്തെ ഏത് വരിക? ഇവിടെ ഉണ്ടോ? ഈ സ്റ്റെപ്പിൽ കൂടെ വീഴൂടാ. ചെറിയ സ്റ്റെപ്പാട്ടാ. നിങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരാ? വീട് എവിടെ? അതെ കേട്ടോ, ഞാൻ വരാം. ചെറിയൊരു തടയണ പോലെ സെറ്റപ്പാണല്ലോ. നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇത് 3 മിടുക്കന്മാരുണ്ട്. എന്താ പേര്? ആരാ വൈശാഖ്? ഇവനോ? അവനോ? എന്തുകൊണ്ടാണ്? ചോറാ? ചോറ് ചൂണ്ടയിലിടാൻ പറ്റുമോ? അവിടെ ഇട്ട് നോക്കട്ടെ. എത്ര എണ്ണം കിട്ടി? ഒരെണ്ണോ? ഇതിലാ? ഇതെന്താ സാധനം? ഓ ട്രാപ്പ്. എവിടെ കണ്ട്? യൂട്യൂബിൽ കണ്ടതാ? ഉണ്ടാക്കാറുണ്ട് അല്ലേ? എവിടെ പിടിച്ച മീനോടെ? എവിടെ? മരത്തൊക്കെ എടുത്ത് ഇരിക്കുക. എടാ എടാ ഇത് കുഞ്ഞു മീനല്ലേ? ഓ കിണറ്റിൽ കൊണ്ടുവിടും. ഈ മീനിന്റെ പേരെന്താ? കുഞ്ഞു പരലാണ്ട്. അത് ലീക്ക് ആകുന്നുണ്ട് വെള്ളം. ആ അത് പൊട്ടി പോകും. ഇങ്ങോട്ട് പോ വൈഷ്ണവേ. അത് ലീക്കാവുന്നുണ്ട്. ലീക്കാവുന്നില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? വേറെ കവറുണ്ടോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കി. കുറച്ച് വെള്ളമാക്കിയിട്ട് അതിൽ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി. വെള്ളം കുറച്ച് നിറക്കി. ചെറിയ ഓട്ടേ ഉള്ളൂ, മീൻ പോകേണ്ട ഓട്ടയൊന്നുമില്ല. കല്ല് പോക്കാം അതിൻ്റെ അടിയിൽ നിൽക്കോ. മണ്ണിലാക്കി വെച്ചല്ലേ? നീ കിണറ്റിൽ കൊണ്ടുവിടും അല്ലേ? നിങ്ങളുടെ വീട് എവിടെയാ? അവിടെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആ ഹോളി ഫാമിലിയിലാ. എത്ര ക്ലാസ്? ഇവനോ? ഇനി 3ക്കാണോ? ജയിച്ചു. ഞാനൊന്ന് കുടിക്കട്ടാ. ചൂണ്ടയിടാൻ പോവാണ്. ഇത് ശരിക്കും പറഞ്ഞാലേ നിങ്ങളിതിന് ചൂണ്ടയിടണം. ഒരു തോർത്തുകൊണ്ട് കോരി കിട്ടില്ലേ? മൊത്തത്തിൽ തരുമോ? കിട്ടിയാ? തോർത്ത് കിട്ടിയാ? ഒരു കാവി തോർത്തൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാനേ എൻ്റെ പാൻറ്റൊക്കെ ഒന്ന് മടക്കട്ടെ കേട്ടാ. എന്നിട്ട് നമുക്ക് ഇറങ്ങി നോക്കാം. ഇതിലിറങ്ങി നോക്കാം അല്ലേ? ഫോണൊന്ന് വാടാ. നീ പിടിച്ചോ. നമുക്ക് ഇറങ്ങി നോക്കാം കേട്ടോ. പോരെ? ആളുള്ളൂ. ആരെഞ്ഞി ഇറങ്ങാൻ്റെ കൂടെ? നിന്റെ പേരെന്താ? രാജീവ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാജീവ് ഞാൻ ഇവിടെ നോക്കാം കേട്ടോ. ആച്ചതാണിയോ? ആച്ചല്ലേ? ഇതിൽ കിളക്കണ്ട. നന്നായി കാത്തി വെച്ചു. അങ്ങനെ വെച്ചു. ഞാൻ റെക്കോർഡാണല്ലേ? റെക്കോർഡൊക്കെ ഉണ്ട് കേട്ടോ. 1 2 3 പറയുമ്പോൾ അങ്ങോട്ട് പോകാം. അവൻ്റെ അടുത്തേക്ക്, കല്ലിൻ്റെ അടുത്തേക്ക്. 1 2 3. ഇങ്ങോട്ട് വാ. ഞാനേ വാ. കാണിക്കാം. വെള്ളം അതൊന്നുണ്ടാ. കിട്ടിയാ? കാണല്ലേ?
അപ്പോൾ നമ്മളങ്ങനെ വിജയകരമായി 2 മീൻ പിടിച്ച്. നിങ്ങളെക്കാൾ എളുപ്പം പിടിച്ചില്ല ഇപ്പോൾ. അതാണ് കുറച്ച് ഐഡിയ ഉപയോഗിക്കണേ. എന്നെ കാണിക്കണം അവിടെ. അപ്പോൾ നമ്മളെ 2 മീൻ എടുത്തിട്ടുണ്ട്. പരല് മീനാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ ഒരു രസം അല്ലേ? പിടിക്കും. ഇനി ഒന്നുകൂടി നോക്കാം. അല്ലേ നിർത്തി എന്തറിയോ നമ്മളെ കണ്ട റോഡ് 1 2 3 പറയുമ്പോൾ വായിക്കാം കേട്ടാ. 1 2 3 വാ വാ. പൊക്കണ്ട അങ്ങനെ വാ ഓക്കെ എടാ ഒരു മീന് കൈ കൊണ്ട് എടുക്കോ? അവനെടുക്കും. രാജീവ് അല്ലേ? അല്ല എൻ്റെ പേരെന്താ? വൈശാഖ്. പിടിച്ചോ. ഇല്ലട്. സൈക്കിൾ കൊണ്ട് വെക്കേഷനിലൊക്കെ അങ്ങോട്ട് കറങ്ങാനൊക്കെ പോവോ? എടാ ഇവിടെ ആനയൊക്കെ ഇല്ലേ? കാണുമോ നിങ്ങൾ? കാണും. രാത്രിയൊക്കെ ഇറങ്ങുമോ? ഇന്നലെ PT7 ഇവിടെ അല്ലേ ഇന്നലെ ആന വന്നത് അല്ലേ? ഇപ്പൊ ഒന്നും പ്രശ്നമില്ല. ഡാം ഭാഗത്തുണ്ട്. നീ ഉണ്ടാക്കിയതാണോ? നീ ഉണ്ടാക്കി കൊടുത്ത എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കും? കേട്ടോ നോക്കട്ടെ. റബ്ബർ ബാൻഡ് അല്ലേ? റബ്ബർ ബാൻഡ് ഇങ്ങനെ ചെയ്യാല്ലേ സിമ്പിളായിട്ട്? അത് ശരി. ഇതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇതെന്താ സാധനം? ഇത് ബാഗിൻ്റെ സാധനമല്ലേ? ഓക്കെ കിട്ടുമോ അതുകൊണ്ട് ഇവിടെ? ഓ നല്ല ഫോഴ്സ് പോണ്ടല്ലോ. ഇതാരും നീയല്ലേ ഉണ്ടാക്കിയത്? റബ്ബർ ബാൻഡും ബാഗിൻ്റെ പീസും അല്ലേ? പീസും ഒരു കമ്പ്, ചെറിയ കമ്പാണല്ലോ. സിമ്പിളായിട്ടുണ്ടോ? സൂപ്പറായിട്ട് കേട്ടോ. നിങ്ങൾ വെക്കേഷൻ എന്തൊക്കെ ചെയ്യും? മാങ്ങ പഴുത്തുണ്ടോ? എനിക്കൊന്ന് കിട്ടുമോ? ഈ മുച്ചിലുണ്ടോ? കേരി വലിക്കുക അതോ താഴ്ന്ന് കിട്ടുമോ? എറിയോ? ഒരെണ്ണം കിട്ടുമോ എനിക്ക്? അവർ നല്ല ആവേശത്തിലാണ്. നമ്മൾ കണ്ടപ്പോഴും നിഷ്കളങ്കമായിട്ട് ഇതാ മാങ്ങ വലിച്ചേരാന്നൊക്കെ കൊണ്ട് പോകുന്നുണ്ട്. കമ്പെടുത്ത് എറിയാണ് ഒരു പരിപാടി. മിസ്സായി. ആദ്യത്തെ ഏറ് നല്ല വിജയകരമായി മിസ്സായി. രണ്ടാമത്തെ ഏറിടാ വീട്ടിലൊന്നും തട്ടല്ലേട്ടാ. രണ്ടാമത്തെ ഏറിനുള്ള കാരണം ഇവർ താഴെയുള്ളതൊക്കെ മൊത്തം എറിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ട് അല്ലേ? ആൾറെഡി കുറേയൊക്കെ നിങ്ങൾ എറിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ടല്ലോ. അതെ. എടാ ആ മുക്കിലുണ്ടടാ. അതാ അവിടെ. ഈ സൈഡ് ഇതാ എൻ്റെ നേരിട്ട്. എത്തില്ല, കിട്ടിയില്ല. അവിടെ നിന്ന് എറിഞ്ഞോ. കുറേ നേരമായിട്ടോ ഭയങ്കരമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. വീഴ്ത്താനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. പക്ഷെ കിട്ടുന്നില്ല. എങ്കിലും അവർ വിട്ടുകൊടുക്കുന്നില്ല. മീനിനെ ഇവർ ഈ കിണറിലിടാൻ വേണ്ടിയിട്ടാണ് പിടിച്ചത് മുഴുവൻ. കിണറിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. നിറയെ പായൽ വന്നിട്ടുണ്ട്, കുറച്ച് വേസ്റ്റും മരമൊക്കെ ഉണ്ട്. എങ്കിലും അവരുടെ ഒരു ആഗ്രഹമാണ് ഇതിനകത്തിടാൻ. ഈ കിണറിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഡാമിൻ്റെ പരിസരം ആയതുകൊണ്ടേ ഫുള്ള് വെള്ളമാണ്. ഈ വെള്ളം പോണതാ മലയിൽ നിന്നുള്ള വെള്ളം വന്നാൽ അതിൻ്റെ ഉറവൊക്കെ കിണറിന് എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇത് കാര്യമായിട്ട് ഉപയോഗിക്കാത്ത കിണറാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ 4-5 ആയിട്ടുണ്ട്. ഇവിടെ തന്നെയാണോ? പിന്നെ ദൂരം. അപ്പോൾ വിരുന്ന് പോക്കൊന്നുമില്ല, ഇവിടെ തന്നെയാണല്ലേ? ദിവസവും വേണമെങ്കിൽ വിരുന്ന് പോകാല്ലേ? ഒരു മാങ്ങ വലി ഉപേക്ഷിച്ചു, കിട്ടണില്ല. അപ്പോൾ അടുത്തത് അവർ നമുക്ക് സൈക്കിൾ സ്കിഡ് ചെയ്ത് കാണിച്ചു തരാറുണ്ട്. ഇവിടെ ഒരു ഞാവൽ മരമൊക്കെ ഉണ്ടായി, എന്നൊക്കെ പെറുക്കി തന്നു. ഇനി സൈക്കിൾ സ്കിഡ് ചെയ്യാൻ പോവാണ്. വീഴല്ലേട്ടാ. ചെയിന് പോയി. ആദ്യ ശ്രമം പരാജയപ്പെട്ടു. ചെയിന് പോയി. എങ്ങനെ ഇടും? സിമ്പിളാണല്ലോ. അത് അടുത്ത ആള് വരുന്നുണ്ട്. എടാ നീ മിടുക്കാണ്, നീ പുലിയാണല്ലോ. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത്രേ സൂപ്പർ സംഭവം, സൂപ്പറായിട്ട് കേട്ടോ. അവിടെ നിങ്ങോട്ട് വരുമോ? പുലികളുണ്ടോ? ഭയങ്കര സ്കിൽഡാണ് കേട്ടോ അവര്. അപ്പം ഞാൻ പോട്ടെ. അപ്പം നിങ്ങൾ വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കുക. ഇനി സ്കൂൾ തുറക്കാൻ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അടിച്ച് പൊളിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണാം. എന്താ ചാനലിൻ്റെ പേര് പറഞ്ഞു? നമ്മുടെ ചാനൽ വില്ലേജ് സഫാരി. സഫാരി വില്ലേജ് അല്ല കേട്ടോ. പാട്ടെന്തെങ്കിലും പാടോ? നാടൻ പാട്ട് എന്തെങ്കിലും നിങ്ങൾ
അറിയില്ല. എനിക്ക് പാട്ട് ആ എനിക്ക് ഇപ്പൊ ഓർമ്മയിട്ടാ ഇപ്പൊ ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയിട്ടാ പാട് ആ ഒരു പാട്ട് പാട്, ഒരു വരി പാട്, ഒരു വരി പാട്. കൂടുതലൊന്നും വേണ്ട. നാടിൻ നന്മകനെ പൊന്മകന് തയവനെ ഇന്നും സൂര്യനും ചന്ദ്രനും വന്നവന് കാലം കാത്തു വെച്ച രക്ഷകനെ സംഹാരകൻ. ഓക്കെ ഗ്രേറ്റ്. അപ്പോൾ നിങ്ങൾ രംഗണ്ണൻ ഫാനാണ് അല്ലേ? ഓക്കെ ബൈ. ശരി കേട്ടോ, അപ്പോൾ ഇടയ്ക്ക് കാണാം കേട്ടോ, ഇനിയും കാണാം കേട്ടോ. ഓക്കെ ബൈ.